السلام عليكم ورحمة الله وبركاته. تفسير درس 5. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين. أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന വചനത്തെക്കുറിച്ചാണ്. വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ആയത്ത് ഫാത്തിഹ സൂറത്തിന്റെ തന്നെ മർമ്മം എന്ന് പറയപ്പെടാവുന്ന സൂക്തമാണ്. ഇതിന്റെ വ്യാഖ്യാനം അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ഹ്രസ്വമായി അത് വിശദീകരിക്കാം. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. പല ഗുണപാഠങ്ങളും നമുക്ക് നൽകുന്ന ഒരു ആയത്താണിത്. എല്ലാം കൂടെ ഹ്രസ്വമായ ഈ സമയത്തിനുള്ളിൽ വിശദീകരിക്കുക നമുക്ക് സാധ്യമല്ല. മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി, ഏതൊരു പ്രാർത്ഥനയുടെയും മുമ്പ് ഒരു ഇബാദത്ത് സമർപ്പിക്കുക എന്നത് ആ പ്രാർത്ഥന വളരെ പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കാൻ കാരണമാണ്. അതുകൊണ്ടാണത്രേ വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ബസ്ര പട്ടണത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2-3 പേർ വന്നുകൊണ്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളോട് പറഞ്ഞു, യാ അബാ ഇസ്ഹാഖ്, ഓ അബൂ ഇസ്ഹാഖ് എന്നവരെ, മാലനാ നദ്ഉല്ലാഹ ഫലാ യസ്തജീബു ലിദുആഇനാ, ഞങ്ങൾ അള്ളാഹുവിനോട് വളരെയേറെ പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നില്ല. എന്താണ് അതിന്റെ കാരണം? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അറഫ്തുമുല്ലാഹ ഫലം തുഅദ്ദു ഹഖ്ഖഹു ഖബ്ല അദ്ദുആ, നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ ഫലം തുഅദ്ദു ഹഖ്ഖഹു ഖബ്ല അദ്ദുആ, നിങ്ങൾ പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് അള്ളാഹുവിന് നിങ്ങൾ ചെയ്യേണ്ടുന്ന കടമ നിറവേറ്റുന്നില്ല. അതുകൊണ്ടാണ് ഫഅന്നാ യുസ്തജാബു ലക്കും, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുക? അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, വമാ ഹഖ്ഖുഹു ഖബ്ലഹു, പ്രാർത്ഥനയ്ക്ക് മുമ്പ് എന്തൊരു കടമയാണ് അള്ളാഹുവിന് ഞങ്ങൾ നിറവേറ്റേണ്ടത്? ആ സമയത്ത് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയുന്നു, അൻതുഖദ്ദിമു ഇബാദത്തൻ ലഹു, നിങ്ങൾ പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് അള്ളാഹുവിന് ഒരു ഇബാദത്ത് സമർപ്പിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഏതൊരു പ്രാർത്ഥനയും അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കാനുള്ള കാരണമാണ് അതിനു മുമ്പ് ഒരു ഇബാദത്ത് സമർപ്പിക്കുക എന്ന വലിയൊരു പാഠം ഈ ആയത്ത് നമുക്ക് നൽകുന്നു. രണ്ടാമതായി, ഇയ്യാക നഅ്ബുദു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇവിടെ ഞങ്ങൾ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അറബി ഭാഷയിൽ ഞങ്ങൾ എന്ന പ്രയോഗം അത് ബഹുവചനത്തിന് ബഹുമാന സൂചകമായിട്ട് വരും. എന്നാൽ ഇവിടെ ബഹുമാന സൂചകമായിട്ട് ഒരിക്കലും ആകാൻ സാധ്യതയില്ല. കാരണം അടിമ അള്ളാഹുവിനോട് പറയുന്നതാണ്. അടിമ അള്ളാഹുവിനോട് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും തന്നെ സ്വന്തത്തെ പൊക്കിക്കൊണ്ട് പറയുകയില്ല, വളരെ എളിമയോടുകൂടെ പറയുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും തന്നെ ഇവിടെ ബഹുമാന സൂചകമാണ് എന്ന് പറയാൻ വകുപ്പില്ല. എന്നാൽ പിന്നെ അതിന്റെ അർത്ഥമെന്താണ്? ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന ആ ബഹുവചനത്തിന്റെ അർത്ഥമെന്താണ്? അതിന് മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, അത് ഒരു അടിമ അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ താഴ്മയോടെ പറയുകയാണ്, അള്ളാഹുവേ, ഞാൻ മാത്രമല്ലല്ലോ ആരാധന നടത്തുന്നത്, ഞാൻ മാത്രമല്ലല്ലോ പ്രാർത്ഥന നടത്തുന്നത്, ഞാൻ എത്ര പോരാത്തവനാണെങ്കിലും
എന്റെ ഇബാദത്തും എന്റെ പ്രാർത്ഥനയും എത്ര കൊള്ളാത്തതായിരുന്നാലും ഞാൻ വലിയ ഒരു സമൂഹത്തോടൊപ്പമാണ് അതൊക്കെ നിർവഹിക്കുന്നത്. ആ സമൂഹത്തിൽ എത്രയോ നല്ലവരായ ആളുകളുണ്ടാകും. ആ നല്ലവരായ ആളുകളുടെ ഇബാദത്തിന്റെ പുണ്യം കൊണ്ട് എന്റെ ആരാധനയും എന്റെ പ്രാർത്ഥനയും നീ സ്വീകരിക്കണമേ എന്നുള്ള വലിയ ഒരു തേട്ടം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട്. അതെന്താണ് പാഠം? ഒറ്റക്ക് ചെയ്യുന്ന ആരാധനയേക്കാൾ കൂട്ടമായി ചെയ്യുന്ന ആരാധനക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് അള്ളാഹു സ്വീകരിക്കപ്പെടാൻ വലിയ അർഹതപ്പെട്ടതാണ് എന്ന ഒരു വലിയ സന്ദേശം ഇത് നൽകുന്നുണ്ട് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നു. മൂന്നാമതായി ഇബാദത്ത് എന്ന ശബ്ദം. ഇബാദത്ത് എന്ന ശബ്ദത്തിന്റെ ഭാഷാർത്ഥം ആരാധന എന്നാണ്. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ അതിന്റെ അർത്ഥം അഖ്സാഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ, അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ആണ്. എല്ലാ താഴ്മയും വിനയവും ആരാധനയല്ല. കാരണം മാതാപിതാക്കളോട് താഴ്മ ചെയ്യാൻ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, മാതാവിനും പിതാവിനും താഴ്മയുടെ ചിറക് നീ താഴ്ത്തിക്കൊടുക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും ആരാധനയല്ലല്ലോ. മാതാപിതാക്കളോട് കാണിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ താഴ്മയും വിനയവും ഒരിക്കലും ആരാധനയല്ല. പിന്നെ എപ്പോഴാണ് വിനയവും താഴ്മയുമൊക്കെ ആരാധനയാകുന്നത്? അത് പരമമാകുമ്പോഴാണ്. എപ്പോഴാണ് അത് പരമമാകുന്നത്? പരമമാകുന്നത് താഴ്മ ചെയ്യപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ശക്തി റബ്ബാണ്, അല്ലെങ്കിൽ റബ്ബിന്റെ വല്ല പ്രത്യേകതയും ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്രമുഖനായ ഖുർആൻ വ്യാഖ്യാതാവ് ഇബ്നു ജരീർ തബ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഖാല അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വതഅവീലു ഖൗലിഹി ഇയ്യാക നഅ്ബുദു എന്ന അല്ലാഹുവിന്റെ വചനത്തിന്റെ വ്യാഖ്യാനം ലക നഖ്ശഉ, അല്ലാഹുവേ നിന്നെ ഞങ്ങൾ ഭയപ്പെടുന്നു, വനദില്ലു നിനക്ക് ഞങ്ങൾ കീഴ്പ്പെടുന്നു, വനസ്തക്കീനു നിനക്ക് ഞങ്ങൾ ഒതുങ്ങുകയും ചെയ്യുന്നു, ഇഖ്റാറൻ ലക യാ റബ്ബനാ ബിർറുബൂബിയ്യ, നീ മാത്രമേ റബ്ബുള്ളൂ എന്ന് സമ്മതിച്ചുകൊണ്ട്, അപ്പൊ നീ മാത്രമേ റബ്ബുള്ളൂ എന്ന് സമ്മതിച്ചുകൊണ്ട് കീഴ്പ്പെടുന്നതിനും ഒതുങ്ങുന്നതിനുമാണ് ഇബാദത്ത് എന്ന് പറയുന്നത് എന്നാണ് ഇബ്നു ജരീർ തബ്രി റഹ്മത്തുള്ളാഹി അലൈഹി മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കേവലം ഒരു അർത്ഥനയോ അല്ലെങ്കിൽ അനുസരണമോ ആരാധനയുടെ പരിധിയിൽ വരുന്നില്ല. അതൊക്കെ പരമമാകുമ്പോഴാണ്, ആരാധ്യനാണെന്ന് വിശ്വസിക്കുമ്പോഴാണ്, റബ്ബാണെന്ന് വിശ്വസിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇലാഹിന്റെ വല്ല പ്രത്യേകതയും ഉണ്ടെന്ന വിശ്വാസത്തോടുകൂടെ നടത്തുമ്പോഴാണ് ആരാധനയാകുന്നത് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു വിഷയം വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഏത് വിഷയത്തിൽ എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ഏത് വിഷയത്തിൽ എന്ന് പറയാത്തത് കൊണ്ട് എല്ലാ വിഷയത്തിലും എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വിഷയത്തിലും ഞങ്ങൾ നിന്നോട് മാത്രമേ സഹായം ചോദിക്കുന്നുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, ഫീ ഉമൂരിനാ കുല്ലിഹാ, ഭൗതികമെന്നോ അഭൗതികമെന്നോ വേർതിരിക്കാതെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അപ്പോൾ പിന്നെ ഇവിടെ സാധാരണക്കാരോട് നമ്മൾ സഹായം ചോദിക്കുന്നു, അസാധാരണക്കാരോട് അവർക്ക് കഴിയുന്ന കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നു. ആ സഹായ തേട്ടങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ആര് എപ്പോൾ എങ്ങനെ നമ്മളെ സഹായിച്ചിരുന്നാലും ആ സഹായങ്ങൾ മുഴുവനും അള്ളാഹു അവർക്ക്
കഴിവ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഒരു വിശ്വാസി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നൽകുന്ന സഹായം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസം ആണ് നമുക്കുള്ളത്. ആ വിശ്വാസത്തിൽ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അതൊരു കാരണവുമായി ബന്ധപ്പെടൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടാണ് നമ്മൾ സഹായം ചോദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ പള്ളിയിൽ നിന്ന് മുഅദ്ദിന് നമ്മളെ നിസ്കാരത്തിലേക്ക് വിളിക്കുകയാണ്. ഹയ്യ അലസ്സലാഹ്, നിസ്കാരത്തിലേക്ക് വരുവീൻ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ നമ്മൾ എന്താ തിരിച്ചു പറയുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലില്ല, വലാ ഖുവത, ഇബാദത്ത് ചെയ്യാനുള്ള കഴിവും ഇല്ല, ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. മുക്രിക്ക, നിങ്ങൾ എന്നെ നിസ്കാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്, പക്ഷേ നിസ്കാരത്തിലേക്ക് വരാനും അത് നിർവഹിക്കാനും അല്ലാഹ് എനിക്ക് കഴിവ് തന്നെങ്കിലേ കഴിയൂ എന്ന് നമ്മൾ മുക്രിക്കനോട് തിരിച്ചു പറയുന്നു. അപ്പൊ നമ്മൾക്ക് കഴിയും എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും അള്ളാന്റെ സഹായം കിട്ടാതെ, അള്ളാഹുവിൽ നിന്ന് സഹായം ലഭ്യമല്ലാതെ നമുക്ക് സാധ്യമല്ല എന്നാണ് നമ്മൾ തീർച്ചപ്പെടുത്തി ഇവിടെ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇതേപോലെ നിങ്ങൾ നോക്കൂ, അഭൗതികമായുള്ള സഹായം അള്ളാഹുവിൽ നിന്നാണ്, യാതൊരു സംശയവുമില്ല. അഭൗതികമായിട്ടുള്ള സഹായങ്ങൾക്ക് കാരണമായി അള്ളാഹു തആല ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. പലതിനെയും നിശ്ചയിച്ചിട്ടുണ്ട്. അമ്പിയാക്കളെ നിശ്ചയിച്ചിട്ടുണ്ട്, ഔലിയാക്കളെ നിശ്ചയിച്ചിട്ടുണ്ട്, മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാണ് ബദർ വിജയം. ആ ബദറിലെ വിജയം മലക്കുകളുടെ സഹായം മൂലമാണ് ലഭ്യമായത് എന്നതിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. പക്ഷേ ആ മലക്കുകളുടെ സഹായത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതെന്താണ്? വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ, നിശ്ചയം അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചു. അപ്പൊ മലക്കുകളുടെ സഹായം യഥാർത്ഥത്തിൽ മലക്കുകൾക്ക് സഹായിക്കാനുള്ള കഴിവ് കൊടുത്തത് അള്ളാഹുവാണ്. അപ്പൊ ഭൗതികമായിരുന്നാലും അഭൗതികമായിരുന്നാലും ആര് ഏത് നിലക്ക് സഹായിച്ചിരുന്നാലും ആ സഹായം മുഴുവനും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അടിമ കാരണം എന്ന നിലക്ക് അവരെയൊക്കെ സമീപിക്കുന്നത് അത് ഈ ആയത്തിന് വിരുദ്ധമല്ല. നിന്നോട് മാത്രമേ സഹായം ചോദിക്കൂ എന്ന് പറഞ്ഞതിന് വിരുദ്ധം അല്ല. അത് കാരണങ്ങളുമായി ബന്ധപ്പെടൽ മാത്രമേ അതിലുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു നല്ലത് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.